കേരള PSC വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 743/2024. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് നിലവിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് റാങ്ക് ലിസ്റ്റാണ്. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് OMR ടെസ്റ്റ് നടന്നിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡ്യൂറൻസ് ടെസ്റ്റ് നടന്നിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഡേറ്റുകൾ കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി, ഫിസിക്കൽ മെഷർമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. റാങ്ക് 1 വന്ന ഉദ്യോഗാർത്ഥിനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥിക്ക് മാർക്ക് ബാക്കി NCC അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാടധികം പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും നിരവധി പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ 102 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 75 പേരും അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 27 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു സന്തോഷമായിരിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഈ ഒരു കാര്യം അവെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട. കാരണം ഇനിയും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ മുന്നിലേക്ക് വരാനുണ്ട്. അപ്പോൾ അത് കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി. കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.